നമസ്കാരം. ഇടതുമുന്നണി സർക്കാർ തന്നെ കേരളത്തിൽ വീണ്ടും മൂന്നാമതും അധികാരത്തിൽ എത്തുമെന്ന് ഇപ്പോൾ CPM-ലെ നേതാക്കൾ തന്നെ ഉറച്ചു പറയുകയാണ്. തരൂരും മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ അത്തരത്തിൽ ചില സൂചനകൾ നൽകിയതായിട്ട് ഇപ്പോൾ CPM നേതാക്കൾ തന്നെ ഉന്നയിക്കുമ്പോൾ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് അത് കാരണമായി മാറിയിട്ടുണ്ട്. ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തനങ്ങൾക്കിടയിലും പൊതുവെ നല്ല സ്വീകാര്യത അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിലെത്തിയപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ അത് പൂർണ്ണമായി അപമാനമായി തന്നെ മാറുകയായിരുന്നു. കാരണം ജനങ്ങളെ വെറുപ്പിച്ച് ജനങ്ങളെ കൃത്യമായി പരിഗണിക്കാതെയുള്ള സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക് അത് പാർട്ടി പ്രവർത്തകർക്ക് പോലും സ്വന്തം സർക്കാരിനെയും അതോടൊപ്പം തന്നെ നേതാക്കളെയും തള്ളിപ്പറയേണ്ട ഗതികേടിലേക്ക് പോലും കാര്യങ്ങൾ എത്തിക്കുകയുണ്ടായി. അങ്ങനെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിൽ നിന്നും വീണ്ടും പുതിയ വിവാദങ്ങളിലേക്ക് പിണറായി സർക്കാർ ഇപ്പോൾ കടന്നു പോകുമ്പോഴൊക്കെ തന്നെ പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ ഇപ്പോൾ തലയിൽ കൈവച്ചു പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് CPM പ്രായത്തിൽ ഉൾപ്പെടെ ഇളവുകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നതിനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെ കുറവാണ്. ഒരു കാലത്ത് നമുക്കറിയാം CPM-ൽ ഇന്നത്തെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായ പിണറായി വിജയൻ അദ്ദേഹം ഒരു വശത്തും അതോടൊപ്പം അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്ന് മുതിർന്ന നേതാവുമായിട്ടുള്ള VS അച്യുതാനന്ദൻ മറുവശത്തും പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ ആകട്ടെ കേരളത്തിൽ അവർക്കിടയിൽ തന്നെ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ CPM-നുള്ളിലെ സ്ഥിതി കോൺഗ്രസിനേക്കാൾ പരിതാപകരമാണ്. അത് പറയാതെ വയ്യ. കാരണം ഗ്രൂപ്പുകളുടെ പൊങ്കാലയാണ് ഇപ്പോൾ CPM-ലും ഉള്ളത്. വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ പാർട്ടിയിലെ നേതാക്കളെ പോലും കേന്ദ്രീകരിച്ചും CPM-നുള്ളിൽ തന്നെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുള്ള ലോബിയും തെക്കൻ ലോബിയും മാത്രമുണ്ടായിരുന്ന CPM-നെ സംബന്ധിച്ച് ഇന്ന് സ്ഥിതി അതിരൂക്ഷമാണ്. കണ്ണൂരിൽ P ജയരാജൻ നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പ്, കോഴിക്കോടാകട്ടെ മന്ത്രി മുഹമ്മദ് റിയാസ് നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പ്, ഇനി ഒരിടയ്ക്ക് കാലിടറിയെങ്കിലും പതറാതെ നിൽക്കുന്ന EP ജയരാജൻ്റെ സ്വതന്ത്ര ഗ്രൂപ്പ്, പിന്നെ എല്ലാ തരത്തിലും സകല PR വർക്കുകളും CPM-ന് വേണ്ടി ചെയ്യുന്ന P രാജീവിൻ്റെ ഗ്രൂപ്പ്. ഇന്നത്തെ P രാജീവിൻ്റെ ഗ്രൂപ്പാണ് പഴയ VS അച്യുതാനന്ദൻ്റെ ഗ്രൂപ്പ്. ഇനി സഭയിൽ ഓന്താണെങ്കിലും പാർട്ടിയിൽ ഇപ്പോൾ മുന്നോട്ട് കുതിക്കുവാൻ തയ്യാറെടുക്കുന്ന ഷംസീറിൻ്റെ ഗ്രൂപ്പ് ഒരു പക്ഷത്തുണ്ട്. CPM-ൽ അതിപ്പോൾ സജീവമാണ്. ഇനി പ്രവർത്തിച്ചു വന്നതല്ലെങ്കിൽ പോലും പടവെട്ടി വന്ന ബ്രിട്ടാസിൻ്റെ ഗ്രൂപ്പും എടുത്തു പറയേണ്ടതാണ്. ഈ പാർട്ടിയിൽ ഇപ്പോൾ അത് സജീവമാണ്. ഇനി ഇതിനെല്ലാം പുറമെ ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ്റെ മറ്റൊരു ഗ്രൂപ്പ് കൂടി ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് കാലത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളന കാലത്തും എല്ലാം തന്നെ ഏറ്റവും അധികം മത്സരം നടക്കുന്നത് ഈ ഗ്രൂപ്പുകൾ തമ്മിലാകും എന്ന കാര്യത്തിലും തർക്കമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് തൻ്റെ മരുമകനോട് മുഹമ്മദ് റിയാസിൻ്റെ ഗ്രൂപ്പിനോടാണ് കൂടുതൽ അദ്ദേഹത്തിന് താല്പര്യം. ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ തൻ്റെ മരുമകനും അതോടൊപ്പം തന്നെ പാർട്ടിയെ കയ്യിലൊതുക്കുവാൻ ശ്രമിക്കുന്ന ആ റിയാസിൻ്റെ കൈകളിലേക്ക് തന്നെ ഈ ഭരണം അത് ഏൽപ്പിക്കുവാനാണ് പിണറായി ഇപ്പോൾ ചടുല നീക്കങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിണറായിയുടെ പ്രവർത്തനങ്ങളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പലർക്കും അമർഷമുണ്ട് എങ്കിൽ പോലും ചില പ്രത്യേക ഭയത്താൽ ആരും ഒന്നും മിണ്ടുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്നവരിൽ റിയാസാണ് മുൻപന്തിയിൽ എന്നത് ഇപ്പോൾ വളരെ വ്യക്തവുമാണ്. പിണറായിക്കൊപ്പം നിൽക്കുന്നവർക്കും റിയാസിനോടാണ് കൂടുതൽ താല്പര്യവും. കാരണം മന്ത്രിസഭയിലെ മികച്ച മന്ത്രിയും റിയാസ് തന്നെയാണ്. പൊതുമരാമത്ത്, ടൂറിസം തുടങ്ങിയ വകുപ്പുകളിലെ റിയാസ് കൊണ്ടുവന്നിരിക്കുന്ന മുന്നേറ്റം അത് ചെറുതൊന്നുമല്ല എന്നാണ് പാർട്ടിക്കുള്ളിൽ പോലും പറയുന്നത്. ആ മുന്നേറ്റം തന്നെയാണ് റിയാസിന് ഇപ്പോൾ കൂടുതൽ കരുത്ത് പകരുന്നത്. ഇനി റിയാസിനെ എതിർക്കുന്നവർ, അവരെ സംബന്ധിച്ച് അത്തരത്തിൽ കുറേ ആളുകൾ കച്ചകെട്ടി രംഗത്തുണ്ടെങ്കിലും അവർക്ക് പ്രതീക്ഷ ജോൺ ബ്രിട്ടാസാണ്. മാധ്യമ പ്രവർത്തകൻ ആയിരിക്കുമ്പോഴാണ് പാർട്ടിയുടെ നിർണായക പദവികളിലേക്ക് ബ്രിട്ടാസ് ഒരു കാലത്ത് വന്നെത്തുന്നത്. പിന്നീട് രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് ജോൺ ബ്രിട്ടാസിൻ്റെ കാഞ്ഞ ബുദ്ധി കൊണ്ട് മാത്രമാണ്. അന്ന് LDF വരും, എല്ലാം ശരിയാകും, ഉറപ്പാണ് LDF തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ പോലും ഇടതുപക്ഷത്തിനുണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് അത് ചെറുതൊന്നുമായിരുന്നില്ല. അധികാരത്തിലെത്തിച്ചതുപോലും ആ മുദ്രാവാക്യങ്ങൾ തന്നെയായിരുന്നു എന്നതാണ് സത്യം. ആ മുദ്രാവാക്യങ്ങളുടെ സൃഷ്ടാവ് തന്നെ സാക്ഷാൽ ജോൺ ബ്രിട്ടാസാണ്. ഇന്ന് BJP എങ്ങനെയാണോ രാജ്യത്ത് അധികാരത്തിലെത്തിയത്, എങ്ങനെയാണോ അവർ അധികാരം തുടരുന്നത്, അതേ ശൈലിയാണ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന CPM-ഉം ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ആശയപരമായിട്ടുള്ള രീതികളിലല്ല, മറിച്ച് PR സംവിധാനങ്ങളെ എങ്ങനെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താം എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. അത് ജോൺ ബ്രിട്ടാസ് വളരെ കൃത്യമായി തന്നെ ഇവിടെ ഉപയോഗപ്പെടുത്തി. ജോൺ ബ്രിട്ടാസ് മാത്രമാണ് അതിൻ്റെ എല്ലാ ഗുണങ്ങളും കൊണ്ട്
രാജ്യസഭയിലേക്ക് എത്തിയത്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുകയാണ് ബ്രിട്ടാസ്. CPM-ന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുന്നത്. നാളെ പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികൾ, അസ്വാരസ്യങ്ങൾ, തർക്കങ്ങളൊക്കെ തന്നെ രൂപപ്പെട്ടാൽ അപ്രതീക്ഷിതമായി തന്നെ ബ്രിട്ടാസ് മുഖ്യമന്ത്രിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാജ്യസഭാ MP ആയി തുടരുന്ന ബ്രിട്ടാസ് ഏറെക്കുറെ ശക്തമായി തന്നെ ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ സജീവമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളും ഇപ്പോൾ സജീവമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മണ്ഡലം കേന്ദ്രീകരിച്ചു നിന്ന് അദ്ദേഹം ജനവിധി തേടുമെന്നാണ് ഇപ്പോൾ നിലവിലത്തെ സംസാരം. നിലവിൽ CPM-ൻ്റെ തന്നെ കൈവശമുള്ള പയ്യന്നൂർ മണ്ഡലത്തിൽ TA മധുസൂദനനാണ് ഇപ്പോൾ അവിടെ MLA ആയിട്ടുള്ളത്. 2011 മുതൽ 2021 വരെ C കൃഷ്ണനാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള PK ശ്രീമതി ആയിരുന്നു അന്ന് 2006 മുതൽ 2011 വരെ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തത്. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും പയ്യന്നൂർ CPM-നെ കൈവിട്ടിട്ടില്ല എന്നതാണ് സത്യം. അത്തരത്തിൽ അത്രയധികം സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ജോൺ ബ്രിട്ടാസ് കേരള നിയമസഭയിലേക്ക് എത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുകയാണ്. ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു കൂട്ടായിട്ടുള്ള സമവായ ചർച്ചകൾക്കൊടുവിൽ റിയാസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെയോ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയാൽ പോലും ബ്രിട്ടാസ് നിർണായകമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം പാർലമെൻറ്റിൽ CPM-ൻ്റെ ഭാഗത്തു നിന്നും ഇംഗ്ലീഷ് തപ്പിപ്പിറക്കി റഹീം അവതരിപ്പിക്കുമ്പോഴാണ് തരൂരിനെ പോലെ ബ്രിട്ടാസ് പാർലമെൻറ്റിൽ തട്ടിക്കയറാറുള്ളത്. ബ്രിട്ടാസ് രാജ്യസഭ വിട്ട് കേരളത്തിലേക്ക് വന്നാൽ എന്താണെങ്കിൽ പോലും സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ജോൺ ബ്രിട്ടാസ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.